റിയൽ എസ്റ്റേറ്റ് ആക്ടിവിറ്റികൾ റെഗുലേറ്റ് ചെയ്യുന്ന ബോഡിയാണല്ലോ ററ. കേരളത്തിൽ കെ-ററ എന്ന് അറിയപ്പെടുന്നു. പ്രൊജക്ടുകൾക്ക് രജിസ്ട്രേഷൻ എടുക്കുന്നത് പോലെ അത് മാർക്കറ്റ് ചെയ്യുന്ന റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാർക്കും ററ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. ററയിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: നമ്മൾ കൊടുക്കുന്ന എല്ലാ രേഖകളും 3 കോപ്പി വീതം വേണം. അതെല്ലാം നമ്മൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്യുകയും വേണം. ആപ്ലിക്കേഷൻ ഫോം kerala.rera.evoi.in അതിൽ നിന്നുമാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. അതിൽ ഒരുപാട് ഫോംസ് ഉണ്ടാവും. അതിൽ ഫോം G ആണ് ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റിന് വേണ്ടത്. DD ഇൻഡിവിജ്വൽ രജിസ്ട്രേഷന് വരുന്നത് 25,000 രൂപയാണ്. കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ പേരിലാവണം DD എടുക്കേണ്ടത്. അതും ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നാവണം. ഇനി വേണ്ടത് 3 ഫോട്ടോസ് കൂടാതെ ID പ്രൂഫ്സും, അതായത് ആധാർ കാർഡ്, പാൻ കാർഡ്, വോട്ടേഴ്സ് ID, ഡ്രൈവിംഗ് ലൈസൻസ് ആൻഡ് പാസ്പോർട്ട്. അടുത്തത് ഇൻകം ടാക്സ് ഫയൽ ചെയ്തതിന്റെ രേഖ, അതായത് ലാസ്റ്റ് 3 വർഷത്തെ നമ്മുടെ ഇൻകം ടാക്സിന്റെ കാൽക്കുലേഷനും IT അടച്ചതിന്റെ രേഖയുമാണ്. ഇത്രയും ഡീറ്റെയിൽസുമായി ററയുടെ ഓഫീസിൽ പോയാൽ അവരാദ്യം ഒന്ന് വെരിഫൈ ചെയ്യും. അതിനുശേഷം 15 ദിവസത്തിന്റെ ഉള്ളിൽ നമുക്കൊരു സർട്ടിഫിക്കറ്റ് അയച്ചു തരും. ആ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയാൽ പിന്നെ നിങ്ങൾ ഒരു ററ രജിസ്റ്റേർഡ് ഏജന്റ് ആയി മാറും. ഇത് നമുക്ക് ഓൺലൈനായിട്ടും ചെയ്യാം. ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ ററയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലായിരിക്കും ചെയ്യുന്നത്. ഓൺലൈനായിട്ടാകുമ്പോൾ നമ്മൾ നിർബന്ധമായും അപ്ലോഡ് ചെയ്യേണ്ടത് പാൻ കാർഡ്, വോട്ടേഴ്സ് ID ആൻഡ് ഇൻകം ടാക്സിന്റെ രേഖയാണ്. ഇതിൽ ഓൺലൈനായിട്ട് തന്നെയാണ് ക്യാഷ് പേ ചെയ്യേണ്ടത്.